ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന് നാരായണീയം ദശകം 44 നാമകരണവും ജാതകഫലകഥനവും. ശ്ലോകം 7. സ്നിഹ്യതി യസ്തവ പുത്രേ മുഹ്യതി സനമായികൈഃ പുനഃശോകൈഃ ദ്രുഹ്യതി യസ്സതു നശ്യേദിത്യവദത്തെ മഹത്വം ഋഷിവര്യ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാനും അതിൻ്റെ അർത്ഥവും നോക്കാം. സ്നിഹ്യതി യ സ്തവ പുത്രേ മുഹ്യതി സ ന മായികൈഃ പുനഃ ശോകൈഃ ദ്രുഹ്യതി യഃ സ തു നശ്യേത് ഇത്യവദത് തേ മഹത്വം ഋഷിവര്യ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. സ്നിഹ്യതി സ്നേഹിക്കുന്നുവോ, യ യാതൊരുവൻ, തവ അങ്ങയുടെ, പുത്രേ പുത്രനിൽ, ന മുഹ്യതി മോഹം ശമിക്കുന്നില്ല, മായികൈ മായാമയങ്ങളായ, പുനഃ വീണ്ടും, ശോകൈ ദുഃഖങ്ങൾ കൊണ്ട്, ദ്രുഹ്യതി ഇവനിൽ ദ്രോഹം പ്രവർത്തിക്കുന്നുവോ, യ യാതൊരുവൻ, സ അവൻ, യ തു യാതൊരുവനാകട്ടെ, നശ്യേത് നശിക്കും, ഇതി എന്ന്, ഋഷിവര്യ ഋഷി ശ്രേഷ്ഠൻ, തേ അങ്ങയുടെ, മഹത്വം മാഹാത്മ്യം, അവദത് വിവരിച്ചു പറഞ്ഞു. നമുക്കിതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ നോക്കാം. സ്നിഹ്യതി യ തവ ചേർത്തിട്ട് യസ്തവ പുത്രേ മുഹ്യതി സ ന മായികൈഃ അവിടെ വിസർഗം, പുനഃ അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ ശോകൈ ഒരു ശാന്ന് മതി, ചേർത്ത് ചൊല്ലുമ്പോൾ പുനഃശോകൈഃ അവിടെയും വിസർഗമുണ്ട്. ദ്രുഹ്യതി യസ്സ ഇവിടെയും യാന്ന് കഴിഞ്ഞ് വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ ഒരു സാന്ന് മതി, ചേർത്ത് ചൊല്ലുമ്പോൾ യസ്സ തു നശ്യേത് ഇതി അവദത്തെ, ചേർത്ത് ചൊല്ലുമ്പോൾ നശ്യേദിത്യവദത്തെ മഹത്വം ഋഷിവര്യ അവിടെ ലാസ്റ്റിൽ വിസർഗത്തോടു കൂടെ നിർത്തണം. മഹത്വം ഋഷിവര്യ അങ്ങനെ നിർത്താം. സ്നിഹ്യതി യസ്തവ പുത്രേ മുഹ്യതി സനമായികൈഃ പുനഃശോകൈഃ ദ്രുഹ്യതി യസ്സതു നശ്യേദിത്യവദത്തെ മഹത്വം ഋഷിവര്യ. അടുത്തത് 8ാമത്തെ ശ്ലോകം. ജേഷ്യതി ബഹുതരദൈത്യാൻ നേഷ്യതി നിജബന്ധുലോകമമലപദം ശ്രോഷ്യതി സുവിമലകീർത്തിരസ്യേതി ഭവദ്വിഭൂതിം ഋഷിരുചേ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാനും അതിൻ്റെ അർത്ഥവും നോക്കാം. ജേഷ്യതി ബഹുതര ദൈത്യാൻ നേഷ്യതി നിജ ബന്ധുലോകം അമലപദം ശ്രോഷ്യസി സുവിമലകീർത്തിർ അസ്യേതി ഭവത് വിഭൂതിം ഋഷിർ ഊചേ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ജേഷ്യതി ഈ പുത്രൻ ജയിക്കും, ബഹുതര ദൈത്യാൻ വളരെയധികം ദൈത്യന്മാരെ, നേഷ്യതി നയിക്കുന്ന, നിജബന്ധുലോകം തൻ്റെ ബന്ധു സമൂഹത്തെ, അമലപദം കേവലമായ മുക്തിപദത്തെ, ശ്രോഷ്യതി അങ്ങു കേൾക്കും, സുവിമല കീർത്തി പരിശുദ്ധവും ശ്രേഷ്ഠവുമായ പ്രശസ്തി, അസ്യ ഇവൻ്റെ, ഇതി എന്നിപ്രകാരം, ഭവത് വിഭൂതിം അവിടുത്തെ ഐശ്വര്യം, ഋഷി ഗർഗമഹർഷി ഊചേ വിസ്തരിച്ച് പറഞ്ഞു. നമുക്കിതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ നോക്കാം. ജേഷ്യതി ഷ്യ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ബഹുതര ദൈത്യാൻ ത്യാന്ന് ഇവിടെയും അതേപോലെ ചിഹ്നം. നേഷ്യതി ഇവിടെയും അതേപോലത്തെ ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് ലൈന് ജേഷ്യതി,
അടുത്തത് നേഷ്യതി എന്നാണ്. നിജബന്ധുലോകം അമലപദം. നിജബന്ധു ബ എന്നുള്ളത് ബാലൻ എന്നുള്ളതിൻ്റെ ന്ധു നാഥ എന്നാണ് നന്നായിട്ട് ഊന്നി പറയണത്. ശ്രോഷ്യതി ഇവിടെയും അതേപോലെ ശ്യ ആ വള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റിൽ ജേഷ്യതി, അടുത്തത് നേഷ്യതി, അതിൻ്റെ അടുത്തത് ശ്രോഷ്യതി, അതിൻ്റെയും അടുത്തത് അസ്യേതി എന്നാണ്. എല്ലാ സ്ഥലത്തും ആ സ്യ ശ്യ എന്നൊക്കെ വള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ഭവത് വിഭൂതിം ഋഷിരൂജേ. ഭവത് വിഭൂതി ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭൂ എന്നുള്ളതും ഊന്നി പറയാനുള്ളതാണ്. ഋഷിരൂജേ മൃ എന്ന് ചേർത്ത് ചൊല്ലുമ്പോൾ അങ്ങനെയാവും. ഭവത് വിഭൂതിം ഋഷിരൂജേ അങ്ങനെയാണ് അത് വരിക. റ് എന്നെങ്ങനെ എഴുതുക എന്ന് അത് ശ്രദ്ധിച്ചോളൂ. അങ്ങനെ നിർത്താം. ജേഷ്യതി ബഹുതരദൈത്യാൻ നേഷ്യതി നിജബന്ധുലോകമമലപദം ശ്രോഷ്യതി സുവിമലകീർത്തിരസ്യേതി ഭവദ്വിഭൂതിം ഋഷിരൂചേ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.